ഈ സത്യം എപ്പോഴും ഓർക്കുക. ദുഃഖം വലിച്ചെറിയുക. സാമ്രാജ്യത്തിന്റെ ഭരണഭാരം ഏറ്റെടുക്കുക. നീതിനിഷ്ഠയും ആർജവവും ആദർശങ്ങളായി സ്വീകരിച്ചുകൊണ്ട് 14 വർഷം ഭരണം നടത്തുക. രാജ്യത്തിന്റെ മുഖമാണ് രാജാവ്. കാരണം മുഖത്തിലൂടെയാണ് കഴിക്കുന്നതും കുടിക്കുന്നതും. അതുവഴിയാണ് ശരീരവയവങ്ങളെല്ലാം ശക്തിപ്പെടുന്നത്. ജനങ്ങളെ തീറ്റിപ്പോറ്റുന്നതും നിലനിർത്തുന്നതും രാജാവാണ്. എല്ലാ ഇഷ്ടാനിഷ്ടങ്ങളെയും മനസ്സുള്ളടക്കുന്നു. അതുപോലെ രാഷ്ട്രീയ രംഗത്തിന്റെ ചലനങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും സൂക്ഷിപ്പുകാരൻ രാജാവാണ്. ശാസ്ത്രത്തിലെ പ്രയോജനപ്രദമായ പല സിദ്ധാന്തങ്ങളും രാമൻ ഭരതൻ വ്യാഖ്യാനിച്ചുകൊടുത്തു. പക്ഷേ ഭരതന് രാമന്റെ ഉപദേശത്തിന്റെ ഫലമായി മനസ്സമാധാനം ലഭിച്ചില്ല. അത്രയും ക്ഷുബ്ധനായിരുന്നു ഭരതൻ. അമ്മമാർ, ഗുരുനാഥന്മാർ, മന്ത്രിമാർ എന്നിവർ ഇതുകേട്ട് സ്തംഭിച്ചുനിന്നു. കാരണം അവരും ആസന്നവിയോഗത്തിന്റെ വൈവശത്തിലാണു. പൊടുന്നനെ രാമൻ അപാരമായ കാരുണ്യം ഹേതുവായി തന്റെ മെതിയടികൾ ഊരി ഭരതനു കൊടുത്തു. ഭരതൻ ഭക്ത്യാദരങ്ങളോടെ അവ സ്വീകരിച്ച് ശിരസിൽ വെച്ചു. ഗംഗ, യമുന എന്നീ നദികളെപ്പോലെ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്നും അശ്രുപ്രവാഹമുണ്ടായി. ഭരതനുണ്ടായ ആനന്ദം വാക്കൂപത്തിൽ പ്രകടിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കരുണാസാഗരൻ അണിഞ്ഞ മെതിയടികളാണിവ. മനുഷ്യസമുദായത്തിന്റെ മുഴുവൻ ജീവിതങ്ങളുടെയും ക്ഷേമത്തിന്റെയും രക്ഷിതാക്കളാണവ. രാമന്റെ ഭ്രാതൃസ്നേഹമാകുന്ന അമൃതനിധി സൂക്ഷിച്ചിട്ടുള്ള ഉറപ്പേറിയ പെട്ടികൾ, രഘുവംശത്തിന്റെ രാജകവാടങ്ങൾ, എപ്പോഴും സത്പ്രവൃത്തികൾ ചെയ്യുന്നതിലേർപ്പെട്ടിരിക്കുന്ന 2 കരങ്ങൾ, പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ ദൃഷ്ടികൾ, ഈ രൂപത്തിൽ രണ്ടായി നമ്മോടൊപ്പം വരുന്ന സീതാരാമന്മാരുടെ പ്രതീകങ്ങൾ. ഭരതൻ മെതിയടികളെ ഇങ്ങനെ പ്രകീർത്തിച്ചു. ശുദ്ധമായ ആനന്ദം കൊണ്ടും കൃതജ്ഞത കൊണ്ടും അവയ്ക്കു ചുറ്റും നൃത്തം വച്ചു. അവിടെയുണ്ടായിരുന്നവരെല്ലാം രാമന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. രാമന്റെ അനുഗ്രഹത്തിന്റെ ശ്രേഷ്ഠം അംഗീകരിച്ചു. ഭരതൻ രാമന്റെ മുമ്പിൽ ദണ്ഡനമസ്കാരം ചെയ്യുകയും ചെയ്തു. സ്ഥലം വിട്ടുപോകുന്നതിന് അനുവാദം നൽകണമെന്ന് അപേക്ഷിച്ചു. മെതിയടികൾ സ്വീകരിച്ച് ഭരതനെ അടുത്തു നിർത്തി വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി അദ്ദേഹം ഗാഢമായി സമാശ്ലേഷിച്ചു. ശത്രുഘ്നനും രാമന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. രാമൻ അദ്ദേഹത്തെയും അത്യന്തം സ്നേഹത്തോടുകൂടി ആലിംഗനം ചെയ്തു. രാജ്യഭരണ സംബന്ധമായി തന്നിലർപ്പിക്കപ്പെടുന്ന കൃത്യങ്ങൾ നടപ്പിൽ വരുത്തുന്നതിനെ സംബന്ധിച്ചുള്ള അനേകം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകി. ഭരതനെ രാമാനെന്ന് കരുതിക്കൊള്ളണമെന്ന് അദ്ദേഹം ശത്രുഘ്നനോട് പറഞ്ഞു. സാമ്രാജ്യത്തിൽ സമാധാനവും ക്ഷേമവും സ്ഥാപിക്കുന്നതിൽ ഭരതന്റെ സഹായിയും അവലംബവും ഉപദേഷ്ടാവുമിരിക്കണമെന്നും ഉപദേശിച്ചു. അനന്തരം ഭരതനും ശത്രുഘ്നനും ലക്ഷ്മണനെ ആലിംഗനം ചെയ്തു. അവർ പറഞ്ഞു, സഹോദരാ, അങ്ങയുടെ ഭാഗ്യം തീർച്ചയായും മഹത്തരം തന്നെ. ഭാഗ്യങ്ങളിൽ ഏറ്റവും ഉത്തമവും അങ്ങയുടെ ഭാഗ്യമാണ്. ലോകങ്ങളിലൊന്നിലും അങ്ങയെപ്പോലൊരു ഭാഗ്യശാലിയില്ല. അവർ സ്വയം സംതൃപ്തരാകുന്നതുവരെ ലക്ഷ്മണനെ പുകഴ്ത്തി. ലക്ഷ്മണൻ അവരെ അടുത്ത് വിളിച്ചു. അവരോട് പറഞ്ഞു, രാമന്റെ പാദുകങ്ങൾ സർവ്വവിധ ശുഭങ്ങളുടെയും ഉറവിടങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ മറ്റാരേക്കാളും കൂടുതൽ ഭാഗ്യവാന്മാരാണ് തീർച്ച. ആ ദാനത്തിന് അർഹമായ വിധം പ്രവർത്തിച്ച് രാമന്റെ അനുഗ്രഹം എന്നെന്നും നേടണം. അതാണിപ്പോൾ നിങ്ങളുടെ ധർമ്മം. അദ്ദേഹം അവരെ അനുസ്മരിപ്പിച്ചു. പിന്നീട് ആ സഹോദരന്മാർ സീതാസമീപം ചെന്നു അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. അവരെ കണ്ടതോടെ അവർക്ക് ദുഃഖമടക്കാൻ കഴിഞ്ഞില്ല. അവർ പൊട്ടിക്കരഞ്ഞു. സീത മൃദുവും മധുരവുമായി പല രീതിയിലും അവരെ സാന്ത്വനപ്പെടുത്തി. ഈ ലോകത്തിൽ ആരെ രക്ഷിക്കാനും രാമനാകുന്ന കവചമല്ലാതെ മറ്റെന്തെങ്കിലുമുണ്ടോ? നിങ്ങൾ തീർച്ചയായും അനുഗ്രഹീതരാണ്. 14 സംവത്സരം 14 വിനാഴികകളെപ്പോലെ ക്ഷണത്തിൽ കഴിഞ്ഞുപോകും. രാമന്റെ പ്രത്യാഗമനത്തോടുകൂടി സാമ്രാജ്യം സമാധാനത്തിലും അഭിവൃദ്ധിയിലും പുഞ്ചിരി പൊഴിക്കും. ക്ഷമയോടും ഭക്തിയോടും കൂടി ഭരണകാര്യങ്ങൾ നിർവഹിക്കൂ. അവിടുന്ന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളിൽ നിന്നും അണുവിട പോലും വ്യതിചലിക്കാതിരിക്കുക. ഈ അയവില്ലാത്ത അനുസരണം മൂലം ആഗ്രഹിച്ച ഫലങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് കഴിയും. പിന്നീട് ഭരതശത്രുഘ്നന്മാർ ജനകചക്രവർത്തിയുടെ സമീപം ചെന്നു. ഭക്ത്യാദരങ്ങളോടെ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. അവർ പറഞ്ഞു, പ്രഭോ, പിതൃവിയോഗത്തെക്കുറിച്ച് കേട്ട ഉടനെ അങ്ങ് അയോധ്യയിലേക്ക് വന്നു. രാമന്റെ വനയാത്രയെ കേട്ട ഉടനെ വനത്തിലേക്കും വന്നു. ഈ ദയാർദ്രത മഹനീയമാണ്. അങ്ങ് സ്വന്തം കണ്ണുകളെക്കൊണ്ട് ഞങ്ങളുടെ സ്ഥിതി കണ്ടറിഞ്ഞു. ആ ദിവസങ്ങളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങളെ പുനരുജ്ജീവിപ്പിക്കുവാൻ ഉചിതമായ ഉപദേശങ്ങൾ തന്നു. വളരെ ആയാസങ്ങൾക്കും ക്ലേശങ്ങൾക്കും ഇരയായി അങ്ങ് കാട്ടിലെത്തി. ഞങ്ങളുടെ ദുഃഖങ്ങളിൽ പങ്കുകൊണ്ടു. രാമൻ അയോധ്യയിലേക്ക് മടങ്ങണമെന്ന ഞങ്ങളുടെ അഭ്യർത്ഥനയിൽ അങ്ങ് ആത്മാർത്ഥമായി സഹകരിച്ചു. പക്ഷേ ആ അഭ്യർത്ഥനകളെല്ലാം വിഫലമായപ്പോൾ അങ്ങ് ഞങ്ങളെ ആശ്വസിപ്പിച്ചു. നിരാശയും ദുരിതങ്ങളും സഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ചു. അങ്ങ് അനുഗ്രഹങ്ങളെക്കൊണ്ട് ഞങ്ങളെ സമ്പുഷ്ടമാക്കുകയും ചെയ്തു. ഞങ്ങളുടെ ഭക്ത്യാദരപൂർണമായ കൃതജ്ഞത ഇതാ സമർപ്പിക്കുന്നു. ഇതിലപ്പുറം എന്തു പറയാനും എന്തു ചെയ്യാനും ഞങ്ങൾക്ക് കഴിയും? ഞങ്ങൾക്ക് ധൈര്യവും ബലവുമുണ്ടാവുന്നതിന് അങ്ങയുടെ അനുഗ്രഹമുണ്ടായിരിക്കണം.
ആ രണ്ട് സഹോദരന്മാരും വളരെ നന്ദിയോടും ആത്മാർത്ഥതയോടും കൂടി പറഞ്ഞ വാക്കുകൾ ജനകൻ ശ്രദ്ധിച്ചു. അദ്ദേഹം അവരുടെ പ്രതികരണങ്ങളെയും വികാരങ്ങളെയും പ്രകൃതിയെയും സ്വഭാവത്തെയും വിലയിരുത്തി അവരെ സമീപം വിളിച്ചു നിർത്തി പ്രേമപൂർവ്വം തഴുകുകയും ശിരസിൽ തലോടുകയും ചെയ്തു. ജനകൻ പറഞ്ഞു, പുത്രന്മാരെ, രാമൻ നിർദ്ദേശിച്ച മാർഗ്ഗത്തിൽ നടക്കുവിൻ. അങ്ങനെ അവിടുത്തെ അനുഗ്രഹം നേടൂ. ഞാനിവിടെ നിന്ന് നേരെ മിഥിലയ്ക്കു പോകുകയാണ്. മന്ത്രിമാർ, സാമന്തരജാക്കന്മാർ, ബ്രാഹ്മണർ, മഹർഷിമാർ, തപസ്വികൾ എന്നിവരും മറ്റുള്ളവരും ആ സഹോദരന്മാരോടൊപ്പം വന്നു. എല്ലാവരും ഓരോരുത്തരായി രാമലക്ഷ്മണന്മാരുടെയും സീതയുടെയും അടുത്തെന്നു. അവരുടെ പാദങ്ങളിൽ പ്രണമിച്ചുപോകാൻ അനുമതി വാങ്ങി. മ്ലാനത നിറഞ്ഞ കനത്ത ഹൃദയവുമായി സ്വന്തം വീടുകളിലേക്ക് മടങ്ങി. സീതയും രാമനും ലക്ഷ്മണനും അമ്മമാരുടെ സമീപം ചെന്ന് അവരെ ദണ്ഡനമസ്കാരം ചെയ്തു. അമ്മമാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഒട്ടും അസ്വസ്ഥരാകേണ്ടതില്ല. നിങ്ങളുടെ കൃത്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ശരിയായ രീതിയിൽ നിറവേറ്റു. പിതാവ് നമ്മുടെ മുമ്പിൽ വെച്ച ആദർശങ്ങളും അനുഗ്രഹങ്ങളും എപ്പോഴും നിങ്ങളുടെ മുമ്പിലുണ്ടായിരിക്കട്ടെ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾ 14 സംവത്സരക്കാലം 14 നിമിഷങ്ങൾ എന്ന നിലയിൽ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി കാട്ടിൽ കഴിച്ചുകൂട്ടി അതിന്റെ അവസാനം ആനന്ദപൂർവ്വം അയോധ്യയിലേക്ക് തിരിച്ചുവരുന്നതാണ്. ഈ വാക്കുകൾ രാജനീമാരുടെ ചൈതന്യം വീണ്ടെടുത്തു. അവർ കൈകേയിയുടെ കാൽക്കൽ നമസ്കരിച്ചു. രാമന്റെ നാടുകടത്തലിൽ അവർക്കൊരെണ്ണുപോലും ഉത്തരവാദിത്തമില്ലെന്നും തങ്ങളെപ്പോഴും ആദരവും ആരാധനയും അവർക്കർഹിക്കുന്നുണ്ടെന്നും അവർ കൈകേയിയോട് പറഞ്ഞു. ഒരിക്കലും ഒരു ഉപദ്രവവും ചെയ്യാൻ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ലെന്നും അവർ അറിയിച്ചു. തങ്ങളെപ്പോഴും അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുമെന്നും അവർ ഉറപ്പുകൊടുത്തു. വനത്തിലുള്ള തങ്ങളെപ്പറ്റി യാതൊരു വേവലാതിയും അവർക്കുണ്ടാകരുതെന്നും അവർ അപേക്ഷിച്ചു. അവരുടെ പശ്ചാത്താപത്തിന്റെ ഭാരം സഹിക്കുന്നതിനായി വേണ്ടുവോളം ധൈര്യം പകർന്നുകൊടുത്തു. പിതൃധർമ്മം, ജ്യേഷ്ഠന്റെ നാടുകടത്തൽ എന്നീ 2 വിപത്തുകൾ പെട്ടെന്ന് അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ ബോധഹീനമായ ക്രോധാവേശത്തിൽ ഭരതൻ അവിവേകമായും ധിക്കാരമായും സംസാരിച്ചിരുന്നു. അദ്ദേഹം പെട്ടെന്ന് ക്രോധാവിഷ്ടനായി താൻ സങ്കൽപ്പിച്ചിരുന്ന ആളാണ് ഈ സംഭവങ്ങൾക്കുത്തരവാദിയെന്ന് കണ്ടപ്പോൾ വസ്തുത പോലും അദ്ദേഹം ശ്രദ്ധിച്ചില്ല. രാമനും സീതയും ലക്ഷ്മണനും ആ സംഭവത്തിന് ഭരതനെ കുറ്റപ്പെടുത്തരുതെന്ന് അവരോടപേക്ഷിച്ചു. ആ അവിവേകത്തിന് ഭരതൻ മാപ്പുകൊടുക്കണമെന്ന് കൈകേയി യാചിച്ചു. രാമൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കൈകേയി താൻ ചെയ്ത അനീതിയെ ഓർത്ത് ലജ്ജകൊണ്ട് അധോമുഖിയായിരിക്കുകയായിരുന്നു. അവർക്ക് രാമന്റെ മുഖത്തു നോക്കാൻ കഴിഞ്ഞില്ല. അവർക്കിങ്ങനെ തോന്നി, കഷ്ടം, കരുണാർദ്രമായ ഹൃദയവും നന്മ നിറഞ്ഞ മനസ്സും കലർപ്പറ്റ കനകം തന്നെയിട്ടുള്ളവനുമായൊരു മകനിൽ ഇത്രയും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വരുത്തിവെക്കുന്നതിന് താൻ കാരണമായല്ലോ. ഈ ഘോരവനത്തിന്നിൽ 14 കൊല്ലം അവർ കഴിച്ചുകൂട്ടണമെന്നതിനും ഞാനല്ലേ ഹേതു? ഓ, ഞാനെന്തു പൈശാചിക കർമ്മമാണ് ചെയ്തത്? എന്നാൽ ഞാൻ സ്വന്തം നിലയിൽ ചെയ്തതാണോ അത്? അഥവാ എന്നെ ഉപകരണമാക്കി രാമൻ തന്നെയാണോ സംഭവങ്ങളുടെ ഗതിമാറ്റം ഇച്ഛിച്ചത്? സത്യമെന്തായാലും എനിക്ക് രക്ഷയില്ല. ഞാൻ ഏറ്റവും ഗൗരവമുള്ള പാപം ചെയ്തിരിക്കുന്നു. പിൻവലിക്കാനോ തള്ളിക്കളയാനോ മാറ്റിക്കളയാനോ ഇല്ലാത്ത കഴിഞ്ഞ സംഭവങ്ങളോർത്ത് കൈകേയി ദുഃഖിതയായി. അവർ സീതയുടെ 2 കൈകളും തന്റെ കരങ്ങളിൽ ഗ്രഹിച്ചു മാപ്പിരുന്നു. ഉടനെ അവർ പറഞ്ഞു, അല്ല അല്ല, ഇത്രയും നിർമ്മലയും സരളശീലയുമായൊരു സ്ത്രീയുടെ മേൽ ഇത്രയും അസഹ്യമായ കരിനിഴൽ വരുത്തിവെച്ചൊരു പാപിക്ക് മാപ്പുകൊടുക്കുന്നത് ന്യായമേ അല്ല. അവർ തന്റെ വിലാപം കുറെ നേരത്തേക്ക് തുടർന്നു. അയോധ്യയിൽ നിന്നും വന്ന ഓരോരുത്തരും കിട്ടിയ സൗകര്യത്തിൽ സീതയോടും രാമനോടും ലക്ഷ്മണനോടും പോകാനുള്ള അനുമതി തേടുകയുണ്ടായി. പിന്നെ അവർ തേരിൽ കയറി. യാത്ര ആരംഭിക്കുന്നതിനു മുമ്പായി സീതയും രാമനും ലക്ഷ്മണനും ഓരോ രഥത്തെയും സമീപിച്ചു. ഓരോരുത്തരെയും ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും പോകാൻ അനുവദിക്കുകയും ചെയ്തു. അവർ മൂവരും കുലഗുരുവിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. തങ്ങൾ ഗുരുവിനും ഗുരുപത്നിക്കും ധാരാളം ഉപദ്രവങ്ങളുണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. മാപ്പിനപേക്ഷിക്കുകയും ചെയ്തു. തങ്ങൾ ആഗ്രഹിച്ച പോലെയും തങ്ങളുടെ ധർമ്മത്തിനനുസരിച്ചും അവരെ ശുശ്രൂഷിക്കാൻ കഴിയാത്തതിൽ വ്യസനം പ്രകടിപ്പിക്കുകയുണ്ടായി. വസിഷ്ഠൻ ബ്രഹ്മജ്ഞാനിയായ മഹർഷിയായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് സീതയുടെയും മറ്റുള്ളവരുടെയും വിചാരങ്ങൾ അറിയാൻ കഴിഞ്ഞു. അദ്ദേഹം 2 സഹോദരന്മാരുടെയും സീതയുടെയും ബന്ധവും ധാർമ്മിക മാർഗ്ഗത്തോടുള്ള നിഷ്കൃഷ്ടമായ ബന്ധവും വിലയിരുത്തി. വസിഷ്ഠനും പത്നിക്കും രാമന്റെ സാന്നിധ്യം വിടാൻ കഴിഞ്ഞില്ല. കാരണം അവർ രാമന്റെ സദ്ഗുണങ്ങളുമായി അത്ര ബന്ധപ്പെട്ടു കഴിഞ്ഞിരുന്നു. ആ കാട്ടുപാതയുടെ ഒരു വശത്തുനിന്നും കൈകൂപ്പിക്കൊണ്ട് കടന്നുപോകുന്ന ഓരോ രഥത്തിനും ഉള്ളിലുള്ളവരെയും യാത്രാശംസകൾ നൽകിക്കൊണ്ടുള്ള ആ 3 പേരുടെയും ചിത്രം എത്ര വജ്രകഠിനമായ ഹൃദയത്തെപ്പോലും ഉരുകുന്നതായിരുന്നു. അവരുടെ ഹൃദയവിശാലതയും സഹാനുഭൂതിയും വസിഷ്ഠന്റെയും പത്നിയുടെയും ഹൃദയങ്ങളെ വല്ലാതെ സ്പർശിച്ചു. നിഷാദരാജാവ് അനുയായികളുടെ മധ്യത്തിൽ നിൽക്കുന്നതായി രാമൻ കണ്ടു. അവിടുന്നതുകൊണ്ട് തന്റെ മുൻപിൽ അടുത്തുചെന്നു. ഗുഹനെ ആശ്ലേഷിച്ചു. ഭുജങ്ങൾ നീട്ടിക്കൊണ്ട് തണച്ചുപിടിച്ചപ്പോൾ സ്വന്തം സഹോദരനെ മാറോടണച്ചുപിടിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ ഊഷ്മളത ആ ശ്ലേഷത്തിന്.
സ്വയം സ്നേഹപൂർവമായ അഭ്യർത്ഥനകളെക്കൊണ്ട് ആശ്വസിപ്പിക്കാനും അവിടുന്ന് ഗുഹനെ ശമിപ്പിച്ചു. ആ വിരഹം വിവേകത്തോടുകൂടി സ്വീകരിക്കാനായി പ്രേരിപ്പിച്ചു, പ്രിക്കുകയും ചെയ്തു. സംഭവങ്ങളുടെ ഗതിമാറ്റാൻ ഗുഹൻ ഒന്നും ചിരിച്ചു കനത്ത ഹൃദയത്തോടെ എഴുന്നേറ്റുനിന്നു. രാമനിൽ തന്നെ ദൃഷ്ടി നോക്കി നടക്കുന്നതുവരെ, മായുന്നതുവരെ. സീതയും രാമനും ലക്ഷ്മണനും അവസാനത്തെയാൾ സ്ഥലം വിട്ടു നടന്നുവരെ പടർന്നു പന്തലിച്ചൊരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്നു. ഇതിനിടയിൽ ജനകചക്രവർത്തിയും മിഥിലയിലേക്കുള്ള ജനങ്ങളെ നയിച്ചുകൊണ്ടുപോകാൻ തയ്യാറായി. രാമനും ലക്ഷ്മണനും തങ്ങളുടെ ശ്വശുരന്റെയും ശ്വശ്രൂവിന്റെയും പാദങ്ങളിൽ പ്രണമിച്ചു. സീതയും മാതാപിതാക്കന്മാരുടെ കാൽക്കൽ കുമ്പിടുകയുണ്ടായി. അമ്മയും അച്ഛനും മകളെ ആലിംഗനം ചെയ്തു. വാത്സല്യപൂർവം തലയിൽ തലോടി. അവർ പറഞ്ഞു, മകളെ, നിന്റെ ധീരമായ തീരുമാനവും ഭർതൃഭക്തിയും നമുക്ക് വലിയ യശസ്സുണ്ടാക്കും. നിന്നിൽ കൂടി നമ്മുടെ കുടുംബവും വംശവും പവിത്രീകൃതമായിരിക്കും. ഞങ്ങൾ വല്ല വിശിഷ്ടമായ വ്രതം ആചരിച്ചിരിക്കണം, വലിയ തപസ് അനുഷ്ഠിച്ചിരിക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നീ ജനിക്കുമായിരുന്നില്ല. അവർ മകളെ ധാരാളം പ്രശംസിച്ചുകൊണ്ട് തങ്ങളുടെ ആനന്ദവും സംതൃപ്തിയും പ്രകടിപ്പിച്ചു. അവർ അവൾക്കുറപ്പുകൊടുത്തു, സീതേ, നിനക്ക് യാതൊന്നിന്റെയും ദൗർലഭ്യമുണ്ടാവുകയില്ല. നിന്റെ ജീവശ്വാസമാണ് രാമൻ. രാമന്റെ തണലിൽ ജീവിക്കുന്നതുകൊണ്ട് നിനക്ക് യാതൊരുപകടവും സംഭവിക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം. എന്നിരുന്നാലും നിങ്ങൾ വ്യത്യസ്തമായ സത്തയിലുള്ളവരാണ്. അതിന്റെ ഫലമായി പ്രശ്നങ്ങളും വിഷമതകളും ഇടയ്ക്കിടെ ഉണ്ടാകാം. അവ വിധിയുടെ വിനോദമാണെന്നറിയുക. പായുന്ന മേഘങ്ങൾ പോലെ അവ മാറിപ്പോകും. അവർക്ക് ശാന്തിയുണ്ടാകാനായി ജനകൻ അനേകം വേദാന്തസൂത്രങ്ങൾ അവതരിപ്പിച്ചു. അനന്തരം അദ്ദേഹവും അനുയായികളും ആശ്രമം വിട്ട് കാട്ടിൽ നിന്നും പുറത്തേക്കുള്ള വഴിയിലൂടെ യാത്ര ആരംഭിച്ചു. അയോധ്യയിൽ നിന്നും മിഥിലയിൽ നിന്നും വന്ന ആളുകൾ അവിടെ തുടങ്ങി. അവർ കണ്ണിൽ നിന്നും മറയുന്നതുവരെ സീതയും രാമനും ലക്ഷ്മണനും ആ മരത്തണലിൽ തന്നെ നിന്നു. അനന്തരം അവർ സ്വന്തം പർണശാലയിലേക്ക് പോയി. രാമൻ ഭരതന്റെയും ശത്രുഘ്നന്റെയും ഭക്തിയും വിശ്വാസവും അവരുടെ മാതൃകാപരമായ സ്നേഹവും കുറും പ്രജകളുടെ സ്നേഹബന്ധവും വികാരോഷ്മളതയോടെ വർണ്ണിക്കു. 413 നത് സീതയും ലക്ഷ്മണനും സശ്രദ്ധം ശ്രവിച്ചു. അവർ മടങ്ങിപ്പോയതിൽ അവരുടെ ഹൃദയം നൊന്തു. കുറേക്കാലത്തേക്കുകൂടി അവരുടെ സാന്നിധ്യം അവർ ആഗ്രഹിച്ചിരുന്നു. ഈ സംസാരത്തിനിടയിൽ പലപ്പോഴും അവർ ദശരഥന്റെ ചരമത്തെപ്പറ്റി ഓർമ്മിച്ചു. ചക്രവർത്തിക്ക് അവരോടുണ്ടായിരുന്ന സ്നേഹവാത്സല്യങ്ങൾ സ്മരിച്ചപ്പോൾ അവരുടെ കവിളുകളിലൂടെ കണ്ണുനീരൊഴുകിയിറങ്ങി. ഈ സ്ഥിതി കണ്ടപ്പോൾ രാമന്റെ മുഖം മന്ദഹാസം കൊണ്ട് പ്രകാശിച്ചു. അവിടുന്ന് ജീവിതത്തിന്റെ രഹസ്യങ്ങളെപ്പറ്റിയും അതിന്റെ നിഗൂഢതയെ തുറന്നുകാണാനുള്ള താക്കോലിനെപ്പറ്റിയും വിസ്തരിച്ചു. അങ്ങനെ അവർ ആ വനസങ്കേതത്തിൽ സംഭവബഹുലമായ ദിനം കഴിച്ചുകൂട്ടി. ഇതിനിടയിൽ അയോധ്യയുടെ അടുത്ത് ജനവാസമുള്ള പ്രദേശങ്ങളിലേക്ക് വനത്തിന്റെ അറ്റത്തുനിന്നും ബഹിർഗമിക്കുന്ന ജനപ്രവാഹത്തിന് തപസ്സികൾ, മഹർഷിമാർ, ബ്രാഹ്മണർ, ഭ്രാതാക്കളായ ഭരതശത്രുഘ്നന്മാർ, കൗസല്യ, കൈകേയി, സുമിത്ര എന്നീ രാജ്ഞിമാർ, മന്ത്രിമാർ, പൗരന്മാർ എന്നിവരടങ്ങിയ വമ്പിച്ച ജനക്കൂട്ടത്തിന് ദുഃഖഭാരം അടക്കിനിർത്താൻ കഴിഞ്ഞില്ല. ദൂരം കൂടുതൽ സഞ്ചരിക്കുന്തോറും നഗരിയോടടുക്കുന്തോറും ദുഃഖം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. രാമന്റെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ 5 ദിവസത്തെ അനുഭവങ്ങളെപ്പറ്റി അന്യോന്യം വിവരിച്ചും രാമൻ ഉൾക്കൊണ്ടതും മാതൃകകൾ കൊണ്ടും വിശദീകരിച്ചതുമായ ആദർശങ്ങളെ ശ്ലാഘിച്ചും അവിടുത്തെ പ്രേമം, കരുണാർദ്രത, വാത്സല്യം ഇവയെ അനുസ്മരിച്ചും അവർ ഭക്ഷണത്തിനോ ഉറക്കത്തിനോ ഒരിടത്തും നിർത്തിയില്ല. കാരണം അവർക്കും വിശപ്പോ ഉറക്കമോ ഉണ്ടായിരുന്നില്ല. എല്ലാ നിസ്സാരമായ പോരായ്മകളെയും വിരഹദുഃഖം ആക്രമിക്കുകയും ആട്ടിയോടിക്കുകയും ചെയ്തിരുന്നു. 2-ാം ദിവസം അവർ അതിപ്രബലയായ ഗംഗാനദി ദർശിച്ചു. നിഷാദരാജാവായ ഗുഹൻ നദി കടത്തുന്നതിന് എല്ലാ ഏർപ്പാടുകളും ചെയ്തിരുന്നു. കൂടാതെ ക്ഷീണിതരായ ജനങ്ങൾക്കും കൊട്ടാരത്തിൽ നിന്നുള്ള പ്രശസ്തരായ വ്യക്തികൾക്കും വേണ്ടി ധാരാളം ഭക്ഷണവിഭവങ്ങൾ ഒരുക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ആരും തന്നെ അദ്ദേഹത്തിന്റെ ഔദാര്യം സ്വീകരിച്ചില്ല. കാരണം അവരുടെ ഹൃദയത്തിൽ രാമനെയും സീതയെയും ലക്ഷ്മണനെയും വിട്ടുപോന്ന വ്യസനം കനത്തുകിടക്കുന്നുണ്ടായിരുന്നു. ഗുഹനെ അസന്തുഷ്ടനാക്കാതിരിക്കാനും അദ്ദേഹത്തിന് ഹൃദയവേദനയുണ്ടാക്കാതിരിക്കാനുമായി അവർ ഭക്ഷണത്തിനു മുമ്പിലിരുന്നു. വിഭവങ്ങളെല്ലാം വിരൽക്കൊണ്ടു തൊട്ടുച്ചി. ഷടങ്ങള് ദൂരെ വലിച്ചെറിഞ്ഞു. എന്തിന് കുതിരകൾക്കുകൂടി തീരുവേണമെന്ന ആഗ്രഹമുണ്ടായിരുന്നില്ല. അവ ആഹാരമൊന്നും തൊട്ടില്ല. കുലഗുരു വസിഷ്ഠന് ഇതുകണ്ടു പറഞ്ഞു, നോക്കൂ, രാമന് അന്തര്യാമിയാണ്, എല്ലാറ്റിലുമുള്ള ആത്മാവ്. ഓരോ ജീവിയെയും വ്യത്യാസപ്പെടുത്തി കാണിക്കുന്ന ബുദ്ധിയും ബോധവും അവിടുന്നാണ്. വഴിയില് ഒരിടത്തിരുന്ന് കുറേനേരം വിശ്രമിക്കാൻ പോലും അവർക്ക് മനസ്സുണ്ടായിരുന്നില്ല. വഴിക്കൊന്നും തങ്ങാതെ നേരെ അയോധ്യയില് ഹൃദയവ്യഥ അനുഭവിച്ച് കാത്തിരുന്ന പൗരന്മാർക്കു മുമ്പില് രാമപാദുകങ്ങള് പ്രദർശിപ്പിക്കാനും അതുവഴി അല്പമെങ്കിലും സുഖവും ധൈര്യവും അവർക്കുണ്ടാക്കുവാനും അദ്ദേഹത്തിന് വലിയ ഉത്കണ്ഠയുണ്ടായിരുന്നു. അതുകൊണ്ട് സംഘം, ഗോമതി, സരയൂ എന്നീ നദികള് കടന്ന് അയോധ്യയുടെ പ്രാന്തപ്രദേശത്തില് യാത്രയുടെ 4-ാം ദിവസം എത്തിച്ചേർന്നു.
രാമന് താവളമടിച്ചിരുന്ന സ്ഥലത്തേക്കു പോയ മഹാസംഘത്തില് ചേരാന് കഴിയാതിരുന്ന അയോധ്യയിലെ വൃദ്ധന്മാരും കുട്ടികളും സ്ത്രീകളും ശ്രീരാമനെക്കൊണ്ട് ഭരണമേറ്റെടുപ്പിക്കുകയെന്ന ലക്ഷ്യവും സാധിച്ചുകൊണ്ടുള്ള അവരുടെ സന്തോഷപൂർവമായ പ്രത്യാഗമനം കാത്തിരിക്കുകയായിരുന്നു. തളർച്ചകൊണ്ടും അതിറ്റ ഉത്കണ്ഠകൊണ്ടും അവരുടെ കണ്ണുകള് ഏതാണ്ട് അന്ധമായി കഴിഞ്ഞിരുന്നു. അങ്ങനെയിരിക്കെ ദൂരത്തുനിന്നും തേർച്ചക്രങ്ങളുടെ ഖരഖര ശബ്ദം കേട്ടപ്പോള് അവര് വീഥികളിലേക്ക് ഓടിവന്നു. കടന്നുപോകുന്ന വാഹനങ്ങളില് എല്ലാം എവിടെ നമ്മുടെ സ്വാമി എന്നു കോടിച്ചുകൊണ്ടെത്തിനോക്കി. സന്ധ്യ കഴിഞ്ഞ് നേരം വളരെ ഇരുട്ടിത്തുടങ്ങിയപ്പോള് അവര് വീടുകളിലേക്കും മടങ്ങി. പിറ്റേ ദിവസം ഉദയസൂര്യന്റെ ആദ്യകിരണങ്ങളോടുകൂടി തങ്ങളുടെ പ്രിയങ്കരനായ രാജകുമാരനെ കാണുമെന്ന ആനന്ദകരമായ പ്രതീക്ഷയോടുകൂടി രാത്രി കഴിച്ചുകൂട്ടി. പക്ഷേ വമ്പിച്ച നിരാശയാണ് പിറ്റേ ദിവസം പ്രഭാതത്തില് അവർക്കനുഭവപ്പെട്ടത്. കാരണം വനത്തില് നിന്നും രാമന് മടങ്ങിവരികയില്ലെന്നും അതിനുപകരം അവിടത്തെ മെതിയടികള് തന്റെ പ്രതിനിധിയെന്ന നിലയില് അയക്കപ്പെട്ടിട്ടുണ്ടെന്നും അവരറിഞ്ഞു. ഇതിനിടയില് ഭരതന് കുലഗുരു വസിഷ്ഠനെയും മന്ത്രിമാരെയും വിളിച്ചുവരുത്തി ഭരണപരമായി അവർക്കുള്ള കൃത്യങ്ങള് ഏൽപ്പിച്ചു. അവ നടപ്പില് വരുത്താന് ഉള്ള അധികാരവും നൽകി. അനന്തരം അദ്ദേഹം ശത്രുഘ്നനെ അടുത്തി വിളിച്ചു. രാജമാതാക്കളെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും നടത്തുന്നതിനും അവരെ ആശ്വസിപ്പിക്കുന്നതിനും മുളള ഉത്തരവാദിത്തം അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അദ്ദേഹം ബ്രാഹ്മണരുടെയും പണ്ഡിതന്മാരുടെയും സദസ്സ് വിളിച്ചുകൂട്ടി. അവരുടെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് തന്റെയും ജനങ്ങളുടെയും ഉത്തമ താൽപര്യങ്ങളുടെ പുരോഗതിക്കുവേണ്ടി മാത്രമേ അവർ പ്രവർത്തിക്കുകയുള്ളൂവെന്ന് തനിക്കറിയാമെന്നും അകാരണത്താൽ അവരുടെ ആഗ്രഹങ്ങൾ ചെറുതായാലും വലുതായാലും താൻ നിറവേറ്റുന്നതാണെന്നും അവരോട് പറഞ്ഞു. ഒരു മടിയുമില്ലാതെ അവരുടെ ആവശ്യങ്ങൾ തന്റെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് അദ്ദേഹം അറിയിച്ചു. അയോധ്യയിലെ പൗരന്മാരുടെ എല്ലാ പ്രദേശങ്ങളിലെ ജനനേതാക്കളുടെയും ഒരു സഭ ഭരതൻ വിളിച്ചുകൂട്ടി. രാമൻ നാടുകടത്തപ്പെട്ട നിലയിൽ താമസിക്കുന്നിടത്ത് നടന്ന എല്ലാ സംഭവങ്ങളും അവർക്ക് വിവരിച്ചുകൊടുത്തു. രാമനും താനുമായുണ്ടായ സംഭാഷണം അദ്ദേഹം അവരെ അറിയിച്ചു. രാമന്റെ അസാന്നിധ്യത്തിൽ 14 സംവത്സരവും രാമന്റെ സാന്നിധ്യമെന്ന നിലയിൽ അവിടുത്തെ മെതിയടികളെ ആരാധിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്ന് അവരോടഭ്യർത്ഥിച്ചു. അവ നമ്മെയെല്ലാം കാത്തുരക്ഷിക്കും. അവ നമ്മുടെ അഭയസ്ഥാനവും ധൈര്യത്തിന്റെ ഉറവിടവുമാണ്. ഈ പാദുകങ്ങളാണ് നമ്മെ ഭരിക്കുന്നതെന്ന പൂർണ്ണവിശ്വാസത്തെ നമ്മൾ രാമനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ജീവിതം നയിക്കുക. രാമന്റെ പ്രത്യാഗമനത്തിനുശേഷം അദ്ദേഹത്തിന്റെ ശാരീരിക സാന്നിധ്യത്തിന്റെയും ശാസനത്തിന്റെയും ആനന്ദം നമുക്ക് നൽകിക്കൊണ്ട് അദ്ദേഹം നമ്മെ ഭരിക്കും. പ്രാർത്ഥനയോടുകൂടി ആ സന്തോഷപൂർണമായ ദിവസത്തെ കാത്തിരിക്കുകയാണെന്ന് ഈ നിമിഷം മുതൽ നമ്മുടെ കർത്തവ്യം. ഭരതൻ പാദുകങ്ങൾ സിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കുന്നതിനുള്ള ശുഭമുഹൂർത്തം നിശ്ചയിച്ചു. കുലഗുരു, പണ്ഡിതന്മാർ, തപസ്വികൾ, പുരോഹിതന്മാർ, മന്ത്രിമാർ, കൊട്ടാരത്തിലെ മറ്റുള്ളവർ, ജനനേതാക്കൾ, സാധാരണ പൗരന്മാർ എന്നിങ്ങനെ ജനതയുടെ എല്ലാ വിഭാഗങ്ങളിലും പെട്ടവരുടെയും അനുവാദം ഇക്കാര്യത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ സംഭവം ഗംഭീരമായ നിലയിൽ ആഘോഷിക്കുന്നതിനു വേണ്ടപ്പെട്ട ഏർപ്പാടുകളുടെ മേൽനോട്ടം അദ്ദേഹം തന്നെ വഹിച്ചു. പാദുക പ്രതിഷ്ഠയുടെ ദിവസം കൗസല്യ, കൈകേയി, സുമിത്ര എന്നീ അമ്മമാരുടെ മുമ്പിൽ ഭരതൻ പ്രണമിച്ചു. അനന്തരം മെതിയടികളും തലയിൽ വഹിച്ചുകൊണ്ട് സിംഹാസനത്തിനു സമീപം ചെന്നു. വസിഷ്ഠന്റെ അനുഗ്രഹത്തിനപേക്ഷിച്ചുകൊണ്ടും അവിടെ സമ്മേളിച്ചിരുന്ന സർവരുടെയും സമ്മതം ആവശ്യപ്പെട്ടുകൊണ്ടും ഭരതൻ ആ മെതിയടികൾ സിംഹാസനത്തിൽ ഭക്ത്യാദരങ്ങളോടെ സ്ഥാപിച്ചു. തന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും സുരക്ഷിതമായി അവയുടെ അധീനതയിൽ അർപ്പിക്കുകയും ചെയ്തു. പിന്നീട് ധർമ്മത്തിന്റെ സ്ഥിരാനുഗാമിയും അതുല്യവീരനുമായ ഭരതൻ നന്ദിഗ്രാമം എന്ന ഗ്രാമത്തിലേക്ക് മാറി. അദ്ദേഹത്തിന് അവിടെ വസിക്കുന്നതിനായി ഒരു പർണശാല നിർമ്മിക്കപ്പെട്ടിരുന്നു. രാമനും ചെയ്തിരുന്നതുപോലെ അദ്ദേഹം കേശമെടഞ്ഞു കെട്ടിവച്ചു മരവുരി ധരിച്ചു. ഭൂമിയിൽ പ്രത്യേകമായി കുഴിച്ചുണ്ടാക്കപ്പെട്ട ഗുഹയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഭക്ഷണവും വസ്ത്രവുമെല്ലാം വനവാസികളായ തപസ്സികളുടേതുപോലെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ, ചിന്തകൾ, വാക്കുകൾ എന്നിവയും ആത്മനിയന്ത്രണത്താൽ തീക്ഷ്ണമായവയും ആധ്യാത്മികമായി ഉജ്ജ്വലമായവയുമായിരുന്നു. ഭരതൻ അങ്ങനെ അയോധ്യയിലെ സുഖഭോഗസമൃദ്ധമായ ജീവിതം ത്യജിച്ചു. സ്വർഗാധിപനായ ഇന്ദ്രൻ അത്തരം ജീവിതം തനിക്ക് അലഭ്യമാണെന്ന് അതിനെ പ്രകീർത്തിക്കുകയുണ്ടായി. ധനപതിയായ കുബേരൻ പോലും അസൂയപ്പെട്ടിരുന്നതാണ് അയോധ്യ രാജധാനിയിലെ ജീവിതം. അതാണ് ഭരതൻ ഉപേക്ഷിച്ചത്. ആരാലും കാണപ്പെടാത്തുള്ള ചെറുഗ്രാമത്തിലെ കൊച്ചു പർണശാലയ്ക്കുള്ളിലുള്ള ജീവിതമാണ് അദ്ദേഹത്തിന് ആശ്വാസകരമായത്. രാമൻ വനവാസം കഴിഞ്ഞു മടങ്ങിവരുന്നതുവരെ യാതൊരാളുടെയും മുഖത്തു നോക്കുകയില്ലെന്ന വ്രതം അദ്ദേഹം ആചരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ മനസ്സ് രാമനിൽ ഉറപ്പിച്ചിരുന്നിരുന്നു. രാമൻ തിരിച്ചുവരുന്ന ദിവസത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ്. ഓരോ ദിവസം കഴിയുന്തോറും അദ്ദേഹത്തിന്റെ ശരീരം ദുർബലമായിക്കൊണ്ടിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മുഖത്ത് ആത്മീയ തേജസ് വർദ്ധമാനമായിക്കൊണ്ടിരുന്നു. രാമനോടുള്ള ഭക്തി അനുദിനം വർദ്ധിച്ചുവരികയും ചെയ്തു. ധന്യനായ ഒരു നിർമ്മലാത്മാവായി അദ്ദേഹം രൂപാന്തരം പ്രാപിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയാകാശത്തിൽ നക്ഷത്രങ്ങൾ ഉജ്ജ്വലപ്രതയുള്ള പ്രഭാവപൂർണമായ നക്ഷത്രമാലകളായി പ്രകാശിച്ചു.
അദ്ദേഹത്തിന്റെ അനുഭൂതികളും വികാരങ്ങളും ക്ഷീരസാഗരം പോലെ പ്രശാന്തവും അഗാധവും പരിശുദ്ധവുമായി പ്രശോഭിച്ചു.